ഈശോയെ ഇതാര് നമ്മുടെ ഭാര്യ അവയുടെ മൊത്തായിട്ടുള്ള കുടുംബത്തിற்கு ഈ നല്ല ഭായി വിളിക്കാതെയും പറയാതെയും പെട്ടെന്ന് ഇങ്ങനെ അതിന്റെ പുരയിലെപ്പോ അതിന്റെ വീട്ടിൽ നീ വീടിലുണ്ടാവില്ല ഇല്ല നമ്മൾ മോൾ ചെയ്യാത്തത് നിൽക്കാന്ന് പറഞ്ഞ 21-ാം തീയതി ഇയ്യും കുടുംബം തലേന്ന് നമ്മുടെ ഉണ്ടാവും ഇവിടെ നമ്മൾ മമ്മൂദിന്റെ മോളെ മരക്കട അതെ അബ്ദു നിങ്ങൾക്ക് മനസ്സിലാക്കണ്ട പിന്നെ അനക്കും മൊബൈലുകൾ കൂടി വളരെ കൊണ്ടായിട്ടോ വേണം വരാം കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ നമ്മൾ അവർ മുഴുവൻ തരുന്നുണ്ട് പിന്നെ എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം നമ്മൾ വന്നാൽ കിട്ടല്ല അതെ ഈ എനിക്ക് മാറ്റാൻ പറ്റുമോ അതെന്താ 20-ാം തീയതി പാസ്പോർട്ട് കൊടുക്കാൻ നാട്ടിലേക്ക് പോകും മാറ്റി വയ്ക്കാൻ ഒരു നിർദ്ദേശിച്ചു അതുകൊണ്ടാ ചോദിക്കുന്നത് ഈ ചെറുതായിട്ട് മാറ്റാൻ പറ്റുമോ അങ്ങനെ ഒരു കാര്യം അതിന്റെ കെട്ടോടി മോരി ഉയ്യപ്പ അവന്റെ അമ്മയുടെ നിങ്ങൾ എന്താ പറഞ്ഞു അവന്റെ പേര് പറഞ്ഞിട്ട് എന്നെ പൊന്നേന്നൊരു പെണ്ണിനെ വളർത്തിക്കൊണ്ടുവന്ന അവളുടെ പുറകെ നടന്ന് കയ്യും കലാശവും കാണിച്ച് അവളെ വളർത്തെടുത്തു പെണ്ണ് കടലിൽ കാലി ചാവുന്നു പറഞ്ഞപ്പോ ആ പിശാച് ഞെട്ടിപ്പിച്ചു കൊടുത്ത സ്ത്രീകളെ കാറ്റി പറഞ്ഞു പെണ്ണ് പട്ടിണി കിടക്കുന്നല്ലോ എന്ന് കരുതി കുറെ കാലത്ത് പിന്നെ ആ കാശ് അവസാനം കാറ് വാങ്ങാനൊന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി അവസാനം കാറില്ല ആ കാശ് ഞാൻ ചോദിച്ചപ്പോ അവൻ എന്റെ മോളെ എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാ ഇവിടെ പണയായിട്ട് ഇവിടെ നിന്നോട്ടെ ഞാൻ കാശ് തന്നെ തീർച്ചിട്ട് ഈ സാധനത്തിന് എടുത്തൊന്നു പോകുന്നത് അത് എവിടെ ന്യായമാണ് അവസാനം എന്താക്കി എന്റെ കയ്യിൽ അവനെടുത്ത് തിരികെ ഞാൻ അവനെ നീയും മുഴുകിട്ട് വിടോ കാശായിപ്പോയി കുറുക്കി വെച്ച് വരണം അപ്പൊ അതിനെ ഏതായാലും കുറിയൊക്കെ കുത്തിരിക്കാൻ പറഞ്ഞ് കുത്തിയെടുക്കും കുത്തിയെടുക്കണം ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതായിരുന്നു ഞാൻ അറിയട്ടെ ഹലോ ആ മീനാക്ഷി ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു വൈകിട്ട് വീട്ടിലേക്ക് വരാം അതിനായിട്ട് ദുബായി പോകും ഒരു ബാങ്ക് മീറ്റിംഗ് ഉണ്ട് നന്നായി ഞാനും ഇത്തിരി ബിസിയാണ് ഡ്രൈവ് ടാക്സി ഓക്കെ ബൈ ടാക്സി സർ ഇത് ഇതല്ല അത് ശരി അപ്പൊ അത് വളരെ ദൂരം ഘനമായിരുന്നല്ലേ അവനെ ഇങ്ങോട്ട് വയ്ക്കാം ഞാൻ അനുഗ്രഹിച്ചോളാം ക്യാമറയുടെ സിസ്റ്റം മുഴുവൻ ചെക്ക് ചെയ്തു പെർഫെക്റ്റ് അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒപ്പിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ജോലി പട്ടിയുടെ പാല് പണ്ടീരാണ്ട് ചില കുഴൽ വെച്ചാലും മറഞ്ഞിരിക്കണം അതിപ്പോ പട്ടിയിലായാലും നമുക്ക് ചെയ്യാൻ പറ്റും ദുബായ് കമ്പനി പണിക്കാരെ കുറച്ചപ്പോ നിന്നെ പണിവായതല്ലേ നിന്നെ പിടിച്ച് പോയി എന്നിട്ട് ഇവിടെ വന്ന കുടുംബം കുഴപ്പമായും ഉമ്മയുടെ ഒപ്പം പറഞ്ഞ് ഏറ്റവും ജോലി അടിച്ചെടുക്കാൻ ഓക്കെ 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 എന്നാൽ ഇനി ഞാൻ സത്യം പറയാത്തോന്ന എന്നെ കണ്ടേ കുത്തിക്കരുത് വായിക്കാറ് നീ ഇവിടെ കണ്ട നിലയിച്ചപ്പോൾ നമ്മൾ കാണുന്ന കരുതൽ എന്റെ തെറ്റ് ശരിപ്പെടുത്ത് എന്നെ ചെറുപ്പത്തി കഴിയും ഈ കൂട്ടം ചുറ്റും കയ്യൊക്കെ ആരോഗ്യ മാന്യമായിട്ട് പെരുമാറുന്നത് ഈ പണി കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം വേറൊരു പണി എനിക്കറിയില്ല വേറൊരു പണിയെ പതിപ്പിക്കത്തില്ല വേറൊരു പണി അറിയാല്ല മോശം വിളിച്ചത് അതുകൊണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടി യാതൊരു എനിക്ക് അനുഭവമില്ല പഴയ കാലമൊക്കെ സാധിച്ചത് വേണ്ടാത്തോ നീ എന്നെ ഓർമ്മിക്കണം ഇവിടെ നല്ല എനിക്ക് പണിയുടെ ഓരോരുത്തരും നിന്നെ പണിയെടുക്കാൻ ഇറങ്ങണോ അവനെ പുറത്തിറങ്ങണം അവിടെ ഇറങ്ങണം ഇങ്ങനെ നോക്കിപ്പോയിരിക്കണം നോക്കിപ്പോയിരിക്കണം
വണ്ടി നിർത്തണം.